തിരഞ്ഞെടുപ്പാണ്. അപ്പൊ കുറച്ച് രാഷ്ട്രീയം പറയാമല്ലേ? ഇത് രാഷ്ട്രീയമല്ല. നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ തുറന്നാൽ കാണാൻ കഴിയുന്ന ഒരു ഭാഷയുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പരസ്പരം ഉപയോഗിക്കുന്ന ഭാഷ. ചാണകം, സംഖി, ചാണകസംഖി, കൊങ്ങി, കമ്മി, അന്തം, ഈ രീതിയിലുള്ള ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും എതിർകക്ഷികളെ വിമർശിക്കുവാൻ വേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രവർത്തകർ ഒക്കെ ഉപയോഗിക്കുന്നത്. ജനാധിപത്യത്തിൽ നമുക്ക് വിമർശനം ആകണം, വിമർശനം വേണം. പക്ഷെ അത് എതിർകക്ഷികളെ, അവരുടെ വ്യക്തികളെയോ പ്രസ്ഥാനങ്ങളെയോ മാന്യമായ ഭാഷയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് വിമർശിക്കുവാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഈ ഒരു രീതി കാണുന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ മാത്രമായിരിക്കാം. അതിനൊരു കാരണമുണ്ട്. കാരണം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം. ഒറ്റ ചോദ്യമാണ് ഇങ്ങനെ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും അവരുടെ പ്രവർത്തകരോടും എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ കണ്ടിട്ടാണോ ഞങ്ങളുടെ മക്കൾ വളരേണ്ടത്? ഈ ഭാഷ ഉപയോഗിക്കണം എന്നാണോ നിങ്ങളോ ഞങ്ങളോ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത്? ഈ നേതാവിനെ പോലെ നിങ്ങൾ സംസാരിക്കും, ഈ നേതാവിനെ പോലെ എന്റെ മകൻ അല്ലെങ്കിൽ മകൾ വളർന്നു വരൂ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുന്ന ഒരാൾ വേണ്ട നമുക്ക്, അല്ലെങ്കിൽ ഒരു സംസ്കാരം വേണ്ട നമുക്ക്. ഇത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. നമുക്ക് ഉന്നതമായ സംസ്കാരത്തിൽ, ഉന്നതമായ രീതിയിൽ, സംസ്കാര സമ്പന്നമായി എതിർപ്പുകളെയും വിമർശനങ്ങളെയും ഉന്നയിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.